ശ്രീലങ്കയിൽ സമ്മറിലൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഈ യാത്ര ലുൽബർത്ത് കോവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അവിടുന്ന് ഡാർഡിൽ ഡോറിലേക്ക് ഒരു ബോട്ട് റൈഡ് പ്ലാൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. ആ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പഴയ മോഡൽ വീടുകളൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്ത് ലുൽബർത്ത് സൗത്ത് ആംപ്ടണിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ലുൽബർത്ത് കോവിലോട്ട് എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ലുൽബർത്ത് കോവിൻ്റെയും ഡാർഡിൽ ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുറാസിക് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടത്തേക്കുള്ള ടിക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. ഞാൻ ഫേസ്ബുക്ക് വഴി വരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന്. ഒരാൾക്ക് ഒരു അഡൽറ്റിന് പെർ ഹെഡ് വരുന്നത് 20 പൗണ്ടും കിഡ്സിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് ചൈൽഡിനാണേലും 15 പൗണ്ടാണ് വരുന്നത് ബോട്ട് റൈഡിന്. ഏകദേശം ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ ബോട്ട് റൈഡ്. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സമ്മറിലൊക്കെ എന്തായാലും ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഈ ബോട്ട് റൈഡ് അല്ലാതെ തന്നെ അവിടെ വേറെയും റൈഡുകളുണ്ട്. പാഡിൽ ബോർഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് നന്ദൂട്ടിന് അവർ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കിഡ്സിനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ പതുക്കെ ബോട്ടിലേക്ക് പോവാണ്. കടലിൽ റൈഡിനൊക്കെ പോകാൻ പേടിയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ബോട്ട് റൈഡ് തന്നെയാണ് കേട്ടോ. എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഈ ബോട്ട് റൈഡിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ വന്ന് കടലിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പോലത്തെ ഒരു റോക്ക് ഫോർമേഷൻ ഉണ്ട്. ഇവർ പറയുന്നതാണ് കേട്ടോ, ഡ്രാഗൺ വന്ന് വെള്ളം കുടിക്കുന്ന പോലെ. നമുക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നും അങ്ങനെ തന്നെയാണെന്നൊക്കെ. അത് കാണാൻ പോവുക എന്നുള്ളതാണ് ഈ ബോട്ട് റൈഡിന്റെ മെയിൻ അട്രാക്ഷൻ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഈ ബോട്ട് പോകുന്നത്. നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ അതേപോലെ തന്നത്തെ ഒരു ഫീലാണ് ഇതിൽ യാത്ര ചെയ്യുമ്പോഴും ഉള്ളത്. ഈ ചോക്കുമലകൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ മലകളാണ് ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു യാത്ര തന്നെയാണ്. ഇന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ മെമ്മറീസ്. ഇതാ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു ഡ്രാഗൺ, ഒരു റോക്ക് ഫോർമേഷൻ. ശരിക്കും ഒരു ഡ്രാഗൺ വന്ന് കടലിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അങ്ങനെ ഇവർ പറഞ്ഞതിന് ശേഷം നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും. അതിൻ്റെ തലയാണ് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ തോന്നിപ്പോവും പറഞ്ഞു കഴിയുമ്പോൾ. See why? Look to the left part of the arch and you'll see the dragon's mouth in the water. Halfway up is the eye. You've got the Manus Manawar Bay is the dragon's tail. I see it. Good. Look, somebody. The arch itself was formed around 10,000 years ago, and it gets its name Durdle from the Old English word furl, which means to pierce or to drill. So over time they did behind the arch that you can see today. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ സ്പീഡൊക്കെ കുറച്ച് നേരം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. നമ്മുടെ ഗൈഡ് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെ തരും. കുറച്ച് ഫോട്ടോസൊക്കെ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ബോട്ട് റൈഡ് അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഡാർഡിൽ ഡോറിലോട്ട് വരാൻ പറ്റും കേട്ടോ. ആ ബീച്ചിൽ കണ്ടോ കുറേ ആളുകൾ കണ്ടോ. ഇതുപോലെ നമ്മൾ മുൻപ് വന്നിട്ടുണ്ട് ഇവിടെ ഡാർഡിൽ ഡോറിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ബോട്ട് റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലുൽബർത്ത് കോവിലോട്ട് വന്നത്. എന്തായാലും അതൊരു നല്ല ഡിസിഷൻ തന്നെയായിരുന്നു. ഒരു ഡേ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ട്രിപ്പ് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ആ ഒരു ബോട്ട് റൈഡ് കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പോയതിൻ്റെ ഉദ്ദേശം നടന്നു. ഇനി പതുക്കെ അവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ കൊണ്ടാക്കും കേട്ടോ.
ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു. ബോട്ട് റൈഡ് കഴിഞ്ഞും നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാൻഡ് ആണെങ്കിൽ ഇവിടെ കണ്ടോ ഉരുളൻ കല്ലുകളാണ് ഉള്ളത്. നന്ദൂട്ടൻ അവന് കളിപ്പാട്ടമൊക്കെ ആയിട്ട് പോയതുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിക്കാനൊക്കെ പറ്റി. അങ്ങനെ നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്തു. അവിടെ ടൈമൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു സമ്മർ ഡേയിൽ UK എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് റൈഡാണ് ലുൽബർട്ട് ഫോൾ ടു ടർട്ടിൽ ഡോർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. കീപ് വാച്ചിങ്. ബൈ ബൈ.